പലരും നനഞ്ഞ മുടി നനഞ്ഞ പാടെ പെട്ടെന്നൊരു ഡ്രൈ ടവൽ എടുത്ത് ഭയങ്കര ഹാർഷായിട്ട് തോർത്തി ഉണക്കി കോമ്പ് ചെയ്യും, ചീവും, മുടി ചീപ്പ് ഉപയോഗിച്ച് ചീവും. ഇത് മുടികൾ പൊട്ടി പോകാനായിട്ടുള്ള ഒരു വലിയ കാരണമാണ്. അപ്പോൾ ഈ ബ്രോക്കൺ ഹെയർ അല്ലെങ്കിൽ സ്പ്ലിറ്റ് എൻഡ്സ് ഒക്കെ വരുന്നതിന് മെയിൻ റീസൺ അതാണ്. അപ്പം നമ്മൾ സാധാരണ നനഞ്ഞ മുടി തോർത്തുമ്പോൾ ടോട്ടലി ഡ്രൈ ആയിട്ടുള്ള ടവൽ യൂസ് ചെയ്യണേക്കാളും നല്ലത് കുറച്ച് സോഫ്റ്റ്, കുറച്ച് മോയ്സൻഡ് ആയിട്ടുള്ള ടവൽ യൂസ് ചെയ്ത് തോർത്തുന്നതായിരിക്കും കുറച്ചുകൂടെ നന്നായി വരിക. പിന്നെ നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് മുടി ഹീറ്റ് ചെയ്യുകയോ സ്ട്രെയിറ്റൻ ചെയ്യുകയോ അങ്ങനത്തെ റിയേജൻസ് ഒക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് മുടിയുടെ ആരോഗ്യം കുറയുകയും അത് കഴിഞ്ഞ് താമസിയാതെ മുടി നന്നായി കൊഴിഞ്ഞ് അതിൻ്റെ ഉള്ളു കുറയാനുമുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ നമ്മൾ മസാജ് ചെയ്യല്, കുറെ എന്താ പറയുക പഫിനെസ് അല്ലെ, ഹെയർ വോളിമനൈസിങ് മസാജ്, അതൊക്കെ കോസ്മെറ്റിക് വൈസ് നോക്കിയാൽ വളരെ നല്ല കാര്യങ്ങളായിരിക്കാം, ലുക്സിലൊക്കെ വളരെ നന്നാകാം. പക്ഷെ ഇൻ ലോങ് റൺ കുറച്ച് അധിക കാലം നമ്മൾ അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മുടെ ഹെയറിന്റെ ഹെൽത്ത് കുറഞ്ഞു വരും.